എന്താ ചിത്തു പരിപാടി? ഒന്നുമില്ലടാ, പണിയൊന്നുമില്ല. എന്താ ഈ വീട് പണി തകൃതായിട്ട് നടക്കണല്ലോ? ആകെ ടൈല് പണിക്കാരും ഗംഭീര പരിപാടിയാണല്ലോ. എന്താ കുറ്റൂഷ? കുറ്റീശ എന്തായാലും 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പണികള് മൊത്തത്തില് കഴിഞ്ഞിട്ടില്ല. പിന്നെ ടൈൽ ഇറക്കിണ്ട്, വയറിങ്ങാരുണ്ട്. ഒരു 35 ലക്ഷം ഇപ്പൊ പൊട്ടി. ഇനി പണി കഴിഞ്ഞ് വരുമ്പോ എന്തായാലും ഒരു 50 ലക്ഷത്തിന് മുകളിൽ നോക്കിയാൽ മതി. ഞാനേ ടൈലർക്ക് കൂലി കൊടുത്തിട്ട് വരാം. പിന്നെ വേറെ പണിക്കാരും കൂടി ഉണ്ട്, ഹിന്ദിക്കാരനെ ഇറക്കിയിട്ടുണ്ട്, അവര് കളക്കിണ്ടേ. അപ്പൊ എന്തായാലും ഈ ഇവിടെ ശരിടാ, എന്നാ പോയിട്ട് പോയോ, കൂലി കൊടുത്തിട്ട് പോയോ. പോരാ ചിത്തോ, എന്ത് കലക്കാവൻ കലക്കണ്? അവന്റെ കലക്ക് നോക്കിയിട്ട് കാര്യമില്ല. അത്യാവശ്യം പൈസ ഇട്ടിട്ട് കളിക്കണാണ് അവൻ. ചെറിയ വീടൊന്നല്ല ഉണ്ടാക്കിയേക്കണ്, അന്യായി വീടുണ്ടാക്കിയേക്കണ്. ഞാൻ പോയിണ്ടാവോ? അത്ര വലിയ വീടൊന്നും പറയാൻ പറ്റില്ലേ. നിങ്ങൾ അങ്ങോട്ട് പോയിണ്ടായിരുന്നല്ലേ, കണ്ടുല്ലേ വീട്? ഞാനങ്ങോട്ട് പോയിണ്ടായിരുന്നോ? അത്ര വലിയ വീടൊന്നും പറയാൻ പറ്റില്ല. കാരണം അവന് കഷ്ടപ്പാട് പെട്ടവൻ. മര്യാദ കഷ്ടപ്പാട് പാവം ചെക്കനാണോ? ഒന്നും പറയണ്ട. വെയിലിന്റെ മൂത്രച്ചൂട് കാരനെ ഭയങ്കര കടച്ചലാ. ശകര മൂത്ര വെച്ചിട്ട് തരാം. എന്താ പ്രശ്നം? എന്താ ഇങ്ങനെ കഥക്കിന്? എന്താ സംഭവം ഉണ്ടായി? ഒന്നും പറയണ്ടാ, ആകെ കുടുങ്ങി. അനക്കറിയില്ലേ എന്റെ വീടിന്റെ ബാക്കിൽ കാടാന്ന്. എന്റെ വീടിന്റെ അതിർത്തിയിലേ ഒരു തേക്ക് ഉണ്ടായിരുന്നു, അത് മുറിച്ചു. അതപ്പോ വലിയ പുലിവലായി. എന്ത് പുലിവലടാ? ഒന്നും പറയണ്ട സജേട്ടാ, ഇന്ന് ഫോറസ്റ്റുകാര് വന്നിട്ട് നടന്നു. ഇത് തേക്ക് മുറിച്ചാൽ ആരെ പണി തന്നാ ഞാൻ എന്താ ചെയ്യ, വീട് കയറ്റണ്ടെന്നാ പറഞ്ഞേ. ഇതിപ്പോ ആരടാ? ആരാ സജേട്ടാ ഈ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ ഒരു പണി വെച്ചത്? എന്താ ആൾക്കാരല്ലേ ഇവിടുത്തെ ആൾക്കാര്? വെറും പാരേട്ട ഇവിടെ. ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വെറും പാരപ്പണി. തമ്മിൽ ആരെങ്കിലും അങ്ങനെ ജയിക്കുക ചെയ്യാൻ അത് നടത്തില്ല ദുഷ്ടന്മാര്. അവന്റെ ഒരു വീട് പണി. അവൻ വലിയ ആളായി നടക്കണല്ലോ. അത്ര വലിയ ആളാവണ്ട, ഒരു പണി കൊടുക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഇന്നലെ വൈപ്പ് പണിക്കും. ഹലോ സാറേ, ഫോറസ്റ്റ് സ്റ്റേഷൻ അല്ലേ? ഇവിടെ കൊടക്കുഴിയിലൊരു പുതിയൊരു പണിയുണ്ട്. അത് ഫോറസ്റ്റിനോട് അതിർത്തിയിലാണ് തേക്ക് നിൽക്കുന്നത്. ആ തേക്ക് അവരവിടെ മുറിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആൾക്കാരുണ്ട്. ഞാൻ അപ്പുറത്ത് ഞാൻ വിളിച്ചൊന്നും പറയരുതട്ടാ സാറ്. എന്റെ പേര് പറയരുതട്ടെ, ഈ നമ്പർ കൊടുക്കരുതേ. ശരി ഓക്കെ. അങ്ങനെ അവനൊരു പണി കിട്ടണം, അവൻ്റെ ഒരു വീടും നടക്കില്ല കേസല്ല. ഓക്കടാ, എനിക്കിട്ടിട്ട് പണി തന്നത് ആരാ ചെയ്യില്ല, ഞാൻ പിടിച്ചിരിക്കും. ഏത് കാലമടനായാലും ഞാനും മുകളിലേക്ക് കേസ് കൊടുക്കാൻ പോഞ്ഞ് തെളിയിച്ചിട്ട് തന്നെ അടങ്ങുള്ളൂ സജേട്ടാ. ഒലത്തവൻ